പൊതുമരാമത്ത് വകുപ്പിനും എച്ച് സലാം MLA-ക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻമന്ത്രി ജി സുധാകരൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിനെതിരെയാണ് വിമർശനം. ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല. നാളെ മുസ്ലിം പള്ളികളോ ക്രിസ്ത്യൻ ദേവാലയങ്ങളോ ചോദിച്ചാൽ സൗകര്യങ്ങൾ കൊടുക്കാനാകുമോ എന്നും സുധാകരൻ ചോദിച്ചു. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രം നമ്മുടെ ജില്ലയിലാണ്, നമ്മുടെ താലൂക്കിലാണ്. ആ ക്ഷേത്രത്തിനകത്ത് 20 ഡീലക്സ് മുറികൾ പണിയാൻ പോകുന്നു. ഭരണഘടനാപരമായ ഒരു മതത്തിലെയും ഒരു ക്ഷേത്രത്തിനും ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല. കാരണം സർക്കാരിന് മതമില്ല. എന്നിട്ട് കുറെ നേതാക്കന്മാരുടെ പടമൊക്കെ അമ്പലത്തിന് മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയല്ല. ഇതൊക്കെ ശരിയായ കാര്യമാണോ? അല്ലല്ലോ, തെറ്റായ കാര്യമാണ്. അമ്പലം നോക്കാൻ ദേവസ്വം ബോർഡുണ്ട്. അവർക്ക് പൈസയുടെ കുറവുണ്ടെങ്കിൽ സർക്കാരിനോട് ചോദിക്കാം. സർക്കാരിന് ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കാം. നേരിട്ട് ക്ഷേത്രത്തിന് പൈസ കൊടുക്കാൻ സർക്കാരിന് അധികാരമില്ല. ദേവസ്വം ബോർഡിന് കൊടുക്കാം, അവര് വഴിയേ എടുക്കാൻ പറ്റും. നാളെ ഏത് മുസ്ലിം പള്ളി ചോദിക്കില്ലേ, ക്രിസ്ത്യൻ പള്ളി ചോദിക്കില്ലേ, കൊടുക്കാൻ പറ്റുമോ? ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വന്തം പാർട്ടിക്കെതിരെയോ സംസ്ഥാന സർക്കാരിനെതിരെയോ വിമർശനം ഉന്നയിക്കാൻ ഒട്ടും മടി ജി സുധാകരൻ കാണിക്കാറില്ല. ഇക്കുറി വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എന്താണ്? ജിൽസി, ശരിയാണ്. കാരണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ജി സുധാകരൻ തന്റെ പതിവ് ശൈലിയുമായി സർക്കാരിനെതിരെയും പ്രധാനമായും തന്റെ സ്വന്തം നേരത്തെ താൻ പ്രതിനിധീകരിച്ചിരുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന എച്ച് സലാമിന് എതിരെ ഒരു പരോക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. SNDP യോഗത്തിന്റെ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചത്. കണക്കറ്റ് വിമർശിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ നടത്തിയിട്ടുള്ളത്. കാരണം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 17,300 സ്ക്വയർ ഫീറ്റിൽ ഒരു അമ്യൂണിറ്റി സെന്റർ, 9 ഡീലക്സ് മുറികളും 11 മറ്റു തരത്തിലുള്ള മുറികളും അടക്കമുള്ള വലിയ ഒരു പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് 5 കോടി രൂപ സംസ്ഥാന സർക്കാർ, അതായത് പൊതുമരാമത്ത് വകുപ്പ് നേരിട്ടും 1 കോടി രൂപ ബജറ്റ് വിഹിതവുമായി 6 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് ക്ഷേത്രങ്ങൾക്ക് സർക്കാർ നേരിട്ട് എന്തിനാണ് പണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനെ വലിയ തോതിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഒരു ഫണ്ട് വരുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധികൾ ചെയ്യേണ്ടുന്നത് ഒന്നുകിൽ സ്കൂൾ കെട്ടിടം വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ല റോഡ് പണിത് കൊടുക്കണം, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കണം. ക്ഷേത്രങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ ഫണ്ട് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നത് ഇവിടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് വലിയ തോതിൽ ഇക്കാര്യങ്ങൾ പറയുകയാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊട്ടിക്കളിച്ച് കാര്യങ്ങൾ നീ ശരി ഞാൻ ശരി എന്ന തരത്തിൽ മുന്നോട്ട് പോയാൽ തീരുന്നതല്ല. യഥാർത്ഥത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ക്ഷേത്രം അത് സർക്കാരിനോട് ആവശ്യപ്പെടണം. അപ്പോൾ ദേവസ്വം ബോർഡ് കാര്യങ്ങൾ ചോദിക്കും. ദേവസ്വം ബോർഡ് വഴി ആ പണം ലഭ്യമാക്കാൻ പറ്റും. അല്ലെങ്കിൽ സർക്കാർ മറ്റൊരു പദ്ധതി ഉണ്ടാക്കി അതിന് പണം കൈമാറണം. അത്തരത്തിൽ ഉള്ള മാർഗങ്ങൾ മാറ്റിയിട്ടാണ് നേരിട്ട് ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത്. നാളെ ചർച്ചും മറ്റു മുസ്ലിം പള്ളികളുമൊക്കെ പണം ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും എന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൊടുക്കുമോ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് BJP സർക്കാരിനെ കടന്നാക്രമിക്കുന്നവരാണ് നമ്മളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനെയും എച്ച് സലാമിനെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ജിൽസി.